ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കഴിഞ്ഞ ഞാൻ സാരിയുടെ പിന്നെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സാരി ഇതുപോലെ എങ്ങനെയാണ് ഡ്രേപ്പ് ചെയ്യുന്നത് ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് വന്ന കമൻറ്റിൻ്റെ ഡൗട്ട്സ് ക്ലിയറിംഗ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ സാരി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര പ്ലീറ്റ്സ് ഇവിടെ എടുക്കാൻ പറ്റുമോ, ഇതിപ്പോൾ സ്ലിം ആയിട്ടുള്ളതായിക്കോട്ടെ വണ്ണുള്ളതായിക്കോട്ടെ, നമുക്ക് എത്ര പ്ലീറ്റ്സ് ഇവിടെ എടുക്കാൻ പറ്റുമോ പരമാവധി നമ്മൾ അത്രയും പ്ലീറ്റ്സ് നമ്മൾ ആദ്യം എടുക്കാൻ നോക്കുക. ആ പ്ലീറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ ഇത് ഇടാനായിട്ട് നോക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 10 പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. 10. അപ്പം നമ്മൾ 10 പ്ലീറ്റ്സ് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ വയറ് കാണാത്ത വിധത്തിൽ നമുക്കിത് ഉടുക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ പ്ലീറ്റ്സ് അല്ലാതെ ഈ ഒരു ലെവലിൽ വരും. നമുക്ക് ഇവിടെ പിന്നുറ്റി കൊടുക്കാവുന്നതാണ്. അതുകണക്ക് തന്നെ ഇതിൻ്റെ അടിയിലൊരു പ്ലീറ്റ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കുമ്പോഴത്തേനും ഇതിൻ്റെ അടിയിൽ പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഇതുപോലെ അടിയിൽ കുറേ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുത്ത് ഇവിടെ ഈ ഒരു പ്ലീറ്റ്, ഇതിൻ്റെ അടിയിൽ വരുന്ന ഈ ഒരു പ്ലീറ്റ് പിടിച്ച് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോഴത്തേനും ഈ ഒരു ഭാഗം ഹൈഡ് ആവുന്നുണ്ട്. എന്നിട്ട് ഈ പ്ലീറ്റ് ഇതുപോലെ പിടിച്ചു കൊടുക്കാം. ഒരു പിന്ന് വെച്ച് കുത്തി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ഒന്ന് പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹാൻഡ് കർച്ചീഫിൻ്റെ കേസിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ ഇടുന്ന പ്ലീറ്റ് ഇപ്പോൾ 8 or 10 ആയിക്കോട്ടെ, ഇവിടെ ഇടുന്ന പ്ലീറ്റ്സിൻ്റെ അടിയിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഫ്രണ്ട് പോർഷനിലൊക്കെ ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ട് സെയിം രീതിയിൽ തന്നെ നമുക്ക് ഇത് പിടിച്ച് ഇങ്ങോട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ ഹൈഡ് ആവുന്നതാണ്, നമുക്കൊന്നും കാണാനായിട്ട് പറ്റുന്നതല്ല. പിന്നെ വേറൊരു സെക്കൻഡ് തിങ് ആയിരുന്നു, സാരി നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേനും സ്കേർട്ട് എങ്ങനത്തെയൊക്കെ വേണമെന്നുള്ളത്. അതിപ്പോൾ സാധാ നമ്മുടെ മറ്റേ സ്കേർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാരി എടുത്താൽ എന്താ പറയുക, വെറുതെ കിടക്കത്തുള്ളൂ. പക്ഷെ ചിലവർക്ക് ഷേപ്പായിട്ട് തോന്നും. പക്ഷേ എൻ്റെ ഒരു ഇതിൽ നമ്മുടെ സ്ലിം സ്കേർട്ട് ഉണ്ടല്ലോ, എന്ത് പറയുന്നുണ്ട്, സ്ലിം ഫിറ്റാണ് സാരിയുടെ ബെസ്റ്റ്. അതിപ്പം മാരേജ് ഫങ്ഷൻസിനായാലും അല്ലാത്ത ഇതിനായാലും സാരിയുടെ സ്ലിം ഫിറ്റാണ് നല്ലത്. അതാകുമ്പോൾ ആ ഒരു ഷേപ്പ്, നല്ല ഒരു ഷേപ്പ് നമുക്ക് കിട്ടും സ്ലിം ഫിറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേനും. ഇപ്പോൾ സ്ലിം ഫിറ്റ് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വൺസ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അതപ്പോൾ സ്യൂട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ യൂസ്. ഞാൻ ഇപ്പോൾ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സാരി എടുക്കുമ്പോൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ പരമാവധി നമുക്ക് എത്ര പ്ലീറ്റ്സ് എടുക്കാൻ പറ്റുമോ അത്രയും പ്ലീറ്റ്സ് എടുക്കുക. ഇത് കണ്ടില്ലേ, ഇപ്പം ഇത് 10 ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ പരമാവധി 8 or 10 പ്ലീറ്റ്സ് എടുക്കാൻ ചെറുതായിട്ട് അത് തേച്ച് എടുക്കുക. ഇത് ഞാൻ തേച്ചിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ തേച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ പിന്നെ കുത്തിയതിന് ശേഷം നമുക്ക് വേണ്ടതൊക്കെ വരത്തില്ല. ഇപ്പോൾ പിടിച്ച് ഫ്രണ്ടോട്ട് വെക്കാന്ന് എന്നിട്ട് ഹാൻഡ് കർച്ചീഫോ മറ്റു കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചതിന് ശേഷം അത് ഫസ്റ്റ് വെക്കുക. എന്നിട്ട് ഈ പ്ലീറ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് ആ ഒരു ഭാഗം ഒന്ന് കവറാകും.
അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വന്ന കുറേ ഡൗട്ട്സ് ആയിരുന്നു അതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സാരിനെ പറ്റിയിട്ട് പറയാനായിട്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.